പ്രിയമുള്ളവരെ നമസ്കാരം. മിന്നൽ നിച്ചുവാണ്. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ദിലീപിൻ്റെ കേസാണ്. ദിലീപിനെ കുറ്റക്കാരനല്ല എന്നിട്ട് കോടതിക്ക് തെളിഞ്ഞു വിട്ടയച്ചു. സംഭവം ശരിയാണ്. അതിൽ കൃത്രിമം ഉണ്ടായിട്ടുണ്ടോ ഇല്ല എന്നുള്ളതല്ല എനിക്ക് ചോദിക്കാനുള്ളത്. 2017 അതായത് 8 വർഷം മുമ്പ് ദിലീപിനെ 84 ദിവസമാണ് ജയിലിൽ കഴിഞ്ഞത്. ആ സമയത്ത് 9 വർഷമാണ് ജാമ്യം നിഷേധിച്ചത്. അത് എന്തുകൊണ്ടാണ്? അതിനെന്തുകൊണ്ടാണ് ഈ സർക്കാരിന് ഇന്ന് പറയാനുള്ളത്? ഒരു വ്യക്തി കുറ്റക്കാരനല്ലെങ്കിൽ 84 ദിവസം എന്തിനാണ് ജയിലിൽ കിടന്നത്? അതിനെന്താണ് സർക്കാരിന് പറയാനുള്ളത്? അല്ലെങ്കിൽ എന്താണ് മീഡിയക്ക് പറയാനുള്ളത്? ഒന്നും പറയാനില്ല. കുറ്റക്കാരനല്ലാത്ത ഒരാൾക്ക് തെളിവ് സഹിതമാണ് ആ സമയത്ത് ജയിലിൽ കയറ്റിയത്. ആ സമയത്താണ് 9 പ്രാവശ്യമാണ് ജാമ്യം നഷ്ടപ്പെട്ടത്, റിജക്റ്റ് ചെയ്തത്. അതിൽ ഇന്ന് എന്താണ് പറയാനുള്ളത്? ഇന്ന് ആൾക്കാർ പറയുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് ഞാൻ ദുബായിലാണ് നിൽക്കുന്നത്. ദുബായിൽ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ദിലീപ് കുറ്റക്കാരനല്ല. ഈ കുറ്റക്കാരനല്ലെങ്കിൽ എന്തിനാണ് 84 ദിവസം ജയിലിൽ കിടന്നത്? ഉത്തരമില്ല. ഇന്ന് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇനിയും ദിലീപിൻ്റെ കേസ് റീഓപ്പൺ ചെയ്യും. അതുപോലെ ഉത്തരം ഞാൻ പറഞ്ഞു, എന്താ റീഓപ്പൺ ചെയ്യാതിരിക്കില്ല? റീഓപ്പൺ ചെയ്യും. സുപ്രീം കോടതിയിൽ മഞ്ജു വാര്യർ പോകുന്ന ന്യൂസൊക്കെ കേട്ടിട്ടുണ്ടോ? പക്ഷേ ഈ ഒരു ചോദ്യം ഉത്തരം പറയേണ്ടത് മീഡിയയും കേരള ഗവൺമെൻറ്റും മുമ്പത്തെ ഭരണാധികാരിയും ആൾക്കാരൊക്കെയാണ് പറയേണ്ടത്. സംഭവം പറയുന്നത് എന്തിനാണ് 84 ദിവസം ജയിലിൽ കിടന്നത്? അന്ന് തെളിവ് സഹിതമാണ് ദിലീപിനെ അറസ്റ്റ് ചെയ്തത്. ആ തെളിവൊക്കെ എങ്ങോട്ട് പോയി? സ്ത്രീ സുരക്ഷത്തിന് ഇവിടെ ഒരു വിലയും കൊടുപ്പിക്കുന്നില്ല ഇന്ന് കേരളത്തിൽ. പണം, അത് മാത്രം മതി. ശരിക്കും അന്വേഷിച്ചാൽ ഈ വിധി പറഞ്ഞ ജഡ്ജിക്ക് എത്ര കോടി കിട്ടി, അതിൻ്റെ ബാക്കിയുള്ള ആൾക്കാർക്ക് എത്ര കോടി കിട്ടി, ഈ മൊയ്മാറ്റി പറഞ്ഞ ആൾക്ക് എത്ര കോടി കിട്ടി, അതിൽക്കുള്ള തെളിവുമായിട്ട് ഒരു ദിവസം സമൂഹത്തിൻ്റെ മുമ്പിൽ ആൾക്കാർ വരും. അന്ന് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിച്ചാണ് കോടതി ശിക്ഷിച്ചത്. ആ സമയത്ത് ഒരുപാട് പ്രാവശ്യം ജാമ്യനാദശ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിലും ആ ജാമ്യം നിഷേധിച്ച് കഴിഞ്ഞു. അതിനൊന്നും പറയാനുണ്ടോ? ഒരു മേടിക പറയാനുണ്ടോ? ഇല്ല. പണത്തിൻ്റെ മേലെ പരന്തും പറക്കില്ല എന്നുള്ളൊരു വാക്കുകളുണ്ട്. ഏറ്റവും കൂടുതൽ ക്രിമിനൽസ് ഉള്ളത് ഈ സിനിമ മേഖല, ചലച്ചിത്ര മേഖല. അത് ഈ കേസോട് ആൾക്കാർക്ക് ബോധ്യപ്പെട്ടു. ഇനി ജീവിക്കാൻ ഒരുപാട് പ്രയാസങ്ങളാണ്. ഈ വീഡിയോ ഇടുന്ന എന്നെ പോലും നാളെ ഇല്ലാതാക്കും. അതാണ് ക്രൈം. അഭിനയിക്കുന്ന ആൾക്കാർ തന്നെ ഈ ക്രൈം ചെയ്യുന്നുണ്ട്. കാരണം അവർക്ക് പരിശീലനം കിട്ടുന്നുണ്ട്. ഇങ്ങനെ ചെയ്യണം. ഇതിനാൾക്കാർക്കൊന്നും പറയാനില്ല. സഫറോങ്കി ജിന്ദഗി ജോ കബി ഖത്തം നഹീ ഹോ ജായേഗാ. ശംഭോ മഹാദേവ. നിർത്തുന്നു. നന്ദി, നമസ്കാരം.